CPM-ന്റെ ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ആർ നാസർ, ഇക്കാര്യത്തിൽ മുൻ മന്ത്രി ജി സുധാകരനെതിരെ കേസെടുത്തിരിക്കുന്നതിൽ എന്താണ് ഇപ്പോൾ പാർട്ടിയുടെ ഒരു നിലപാട്? ആ കേസെടുത്തത് ശരിയല്ല. എങ്ങനെ ശരിയാവും? ഒരാളൊരു പ്രസംഗം നടത്തി, ആ പ്രസംഗം നടത്തിയ ആൾ തന്നെ അയാൾ പറയുന്നു ഞാൻ അങ്ങനെ ഉദ്ദേശത്തോടെ അല്ല പ്രസംഗിക്കുന്നത്, അയാൾ തിരുത്തി പറയുന്നു. അങ്ങനെ ഒരു സംഭവത്തിൽ ഒരു അന്വേഷണവും ഇല്ലാതെ ഒരു തെളിവുമില്ലാതെ എങ്ങനെ FIR ഇടും? FIR ഇടുന്നത് ശരിയല്ല. FIR ഇടുന്ന എന്താ തെളിവുണ്ട്? ഇങ്ങനെ സംഭവം ഇല്ലാത്ത ഒരു സംഭവം ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് പ്രസംഗിക്കുന്നു. അയാൾ തന്നെ തിരുത്തി പറഞ്ഞു ഞാൻ പ്രസംഗിച്ചപ്പോൾ എനിക്ക് വിഷ പറ്റിയതാണ്, ഇയാളെന്ന് തിരുത്തണമെന്ന് പറയുന്നു. ശ്രീ ആർ നാസർ, അങ്ങനെ പിഴവ് പറ്റിയതാണോ? അത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞതല്ലേ? കാരണം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പോലും അദ്ദേഹം അതിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞതൊക്കെ റെക്കോർഡിക്കലാണല്ലോ എന്നാണല്ലോ പറഞ്ഞത്. അതിന് ശേഷം അദ്ദേഹം പറഞ്ഞല്ലോ റെക്കോർഡിക്കലാണെന്ന് പറഞ്ഞിട്ട് അയാൾ പറഞ്ഞല്ലോ ഞാൻ അങ്ങനെ പറഞ്ഞപ്പം ഞാൻ ആ ഉദ്ദേശത്തോടെ അല്ല പറഞ്ഞത്, അങ്ങനെ സംഭവമില്ല, ഒരവിടെ ബാലറ്റ് പേപ്പർ ആരും കൊണ്ടുവന്നിട്ടുമില്ല, കള്ളവോട്ടാരും ചെയ്തിട്ടുമില്ല, അങ്ങനെയുള്ള ഒരു കാര്യവും നടന്നിട്ടില്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അദ്ദേഹം തന്നെ പറഞ്ഞു. കാരണം ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഇല്ല, സംഭവമില്ല. ഇല്ലാത്തൊരു കാര്യം ഒരു പ്രസംഗത്തിനകത്ത് യാദൃശ്യമായിട്ടൊന്ന് ഇത് ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രസംഗം പ്രസംഗിച്ചു പോയതാണ്. പക്ഷേ ശ്രീ ആർ നാസർ, ജി സുധാകരനെ പോലുള്ള ഒരു മുതിർന്ന നേതാവിന്റെ ഭാഗത്തുനിന്ന്, ഇത്രയധികം കാലം ജനപ്രതിനിധിയായിരുന്ന മന്ത്രിയൊക്കെ ആയിരുന്ന ഒരാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുള്ളതായിരുന്നു. ഒരു ഭാവനാത്മകമായിട്ടാണെങ്കിൽ പോലും അങ്ങനെ ഒരു പ്രതികരണം പാടുള്ളതായിരുന്നു. മനുഷ്യനല്ലേ ഇപ്പൊ മനുഷ്യനെ എല്ലാവർക്കും നിങ്ങൾക്കും തെറ്റുപറ്റിയല്ലേ, ആർക്കും തെറ്റുപറ്റിയല്ലേ? പറ്റുപറ്റിയാൽ തിരുത്തിയല്ലേ ആർക്കുള്ളത്? അത്ര നിസ്സാരമായാണോ പാർട്ടി ഇതിനെ കാണുന്നത്? അത് മറ്റൊരു പാർട്ടിയിൽപ്പെട്ട ആളാണെങ്കിലും CPM ഇതേ രീതിയിലാണോ പ്രതികരിക്കുക? അദ്ദേഹത്തിന് പറ്റിയ തെറ്റ് അദ്ദേഹം തന്നെ തിരുത്തിയല്ലോ, പിന്നെ പ്രശ്നം എന്താ? അല്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ടോ ഇത്? കാരണം നിരന്തരം കോൺഗ്രസ് ഉൾപ്പെടെ ഇതിൽ ആരോപണം. പാർട്ടി ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല. ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം സംസാരിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് വേറെ രൂപത്തിൽ ഞാൻ അങ്ങനെ ആ ഉദ്ദേശത്തോടെ അല്ല പറഞ്ഞത്, പാർട്ടിയിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല, അങ്ങനെ തെറ്റിദ്ധരിച്ച് വന്ന വാർത്ത ശരിയല്ല എന്ന രൂപത്തിൽ അദ്ദേഹം തന്നെ പറഞ്ഞു. ശ്രീ ആർ നാസർ, അപ്പോഴും ഒരു കാര്യമുള്ളതേ, ആദ്യത്തെ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ കേസ് എടുക്കുന്നെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അദ്ദേഹം അത് പറയുന്നത്. ഏതായാലും പാർട്ടിക്ക് ഇക്കാര്യങ്ങളൊന്നും അറിവുള്ളതല്ല അല്ലേ? പാർട്ടി അറിയാമെങ്കിൽ ഇങ്ങനെ സംഭവം ഉണ്ടെങ്കിലല്ലേ പാർട്ടിക്ക് അറിയാമെങ്കിൽ. ഇല്ലാത്തൊരു സംഭവമാണോ? ഇല്ലാത്ത സംഭവത്തെ കുറിച്ചാണ് ഇങ്ങനെ പറയുന്നത്. ഈ പാർട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണോ ജി സുധാകരൻ പിന്നീട് ഈ പ്രസ്താവന തിരുത്തിയത്? ശ്രീ ആർ നാസർ, പാർട്ടി ആവശ്യപ്പെട്ടിരുന്നോ പ്രസ്താവന തിരുത്തുന്നതിൽ? ഇല്ല, ഒരാളും ആവശ്യപ്പെട്ടില്ല. എന്നാവശ്യപ്പെടാന്ന് പാർട്ടിയുടെ അഭിപ്രായമല്ലേ പറഞ്ഞത്? അങ്ങനെ സംഭവം നാളെ അദ്ദേഹം തന്നെ തിരുത്തി പറഞ്ഞു. അദ്ദേഹം തന്നെ ശരി, ഏതായാലും വ്യക്തമാണ് CPM-ന്റെ നിലപാട് ഇക്കാര്യത്തിൽ. ജി സുധാകരൻ പറഞ്ഞത് തിരുത്തിയിട്ടുണ്ടല്ലോ, കേസെടുത്തത് ശരിയായില്ല എന്നാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആർ നാസർ തന്നെ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്.